നമസ്കാരം. ഒരു കാലത്ത് അറബ് ലോകത്ത് ഏറ്റവും ചർച്ചയായിരുന്ന പേരായിരുന്നു മുഹമ്മദ് അഹമ്മദി നജാദിൻ്റേത്. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കടുത്ത വിമർശകനായിരുന്ന അദ്ദേഹത്തിൻ്റെ ലോകവേദികളിലെ പല പ്രസംഗങ്ങളും നിലപാടുകളും എല്ലാം തന്നെ വലിയ വിവാദമായിരുന്നു. 8 വർഷം ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന അദ്ദേഹം കുറച്ചു കാലമായി പൊതുവേദികളിൽ അങ്ങനെ സജീവമല്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത വിയോഗമാണ് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചിട്ടുള്ളത്. അസർബൈജാൻ അതിർത്തിയിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ കഴിഞ്ഞ മാസമാണ് റൈസി മരിച്ചത്. 50 ദിവസത്തിനകം പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് ഇറാൻ നിയമം. ഇതുപ്രകാരം ഈ മാസം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. മത്സരിക്കാൻ താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഒട്ടേറെ പ്രമുഖർ ഇതിനകം തന്നെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നജാദിൻ്റെ സാന്നിധ്യമാണ് ആഗോള മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുമെന്നാണ് നജാദിൻ്റെ വാഗ്ദാനം. ഇറാൻ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് നജാദ് ഇത്തരമൊരു വാഗ്ദാനം മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2005 മുതൽ 2013 വരെ ഇറാൻ്റെ പ്രസിഡന്റായിരുന്നു നജാദ്. പദവി ഒഴിഞ്ഞ 4 വർഷം കഴിഞ്ഞാൽ വീണ്ടും മത്സരിക്കാൻ ഇറാനിൽ അനുമതിയുണ്ട്. ഇതുപ്രകാരം 2017 അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പേര് രജിസ്റ്റർ ചെയ്തെങ്കിലും അനുമതി ലഭിച്ചിരുന്നില്ല. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയിയുടെ നിർദ്ദേശം അവഗണിച്ചാണ് അന്ന് നജാദ് പേര് രജിസ്റ്റർ ചെയ്തത്. 2021 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നജാദ് രംഗത്ത് വന്നിരുന്നതുമില്ല. ജനങ്ങളുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് ഇപ്പോൾ മത്സരിക്കാൻ തയ്യാറായിരിക്കുന്നതെന്ന് മാധ്യമങ്ങളോട് നജാദ് പറയുകയും ചെയ്തു. ആഭ്യന്തരമായും അന്തർദേശീയമായും ഇറാൻ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഗാർഡിയൻ കൗൺസിൽ മത്സരിക്കാൻ അനുമതി നിഷേധിച്ചത് സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നില്ല. വലിയൊരു കൂട്ടം അനുയായികൾ നജാദിനൊപ്പം ഉണ്ടായിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുള്ളവർക്ക് പേര് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഞായറാഴ്ച, അതായത് കഴിഞ്ഞ ദിവസം നിരവധി പേരാണ് രജിസ്റ്റർ ചെയ്തത്. ആരൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഗാർഡിയൻ കൗൺസിലാണ്. മതനിയമ വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു സമിതിയാണിത്. വിമത സ്വരമുള്ളവരെ മത്സരിപ്പിക്കാൻ ഗാർഡിയൻ കൗൺസിൽ തയ്യാറാകില്ല എന്നൊരു വിമർശനവും ഉണ്ട്. അഹമ്മദി നജാദ് പ്രസിഡന്റായിരുന്ന വേളയിൽ ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഉപരോധമായിരുന്നു ഇതിനുള്ള പ്രധാന കാരണം. പിന്നീട് പ്രസിഡന്റായ ഹസൻ റുഹാനിയുടെ കാലത്താണ് യൂറോപ്യൻ രാജ്യങ്ങൾ നേരിയ തോതിൽ ഉപരോധത്തിൽ ഇളവ് വരുത്തിയത്. എന്നാൽ ഒബാമയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായതോടെ ഇറാനെതിരായ ഉപരോധം ശക്തമാക്കുകയായിരുന്നു. അമേരിക്കയുമായുള്ള ആണവ ചർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിച്ചിരുന്ന സയ്യിദ് ജലീലി, 3 തവണ പാർലമെൻറ്റ് സ്പീക്കറായിരുന്ന അലി ലാരിജാനി, ടെഹ്റാൻ മേയർ അലി റസ സഗാനി, അതുപോലെ തന്നെ കേന്ദ്ര ബാങ്ക് മുൻ മേധാവി അബ്ദുൽ നാസർ ഹിമാത്തി തുടങ്ങി നിരവധി പ്രമുഖർ ഇതിനകം തന്നെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗാർഡിയൻ കൗൺസിലിൻ്റെ അനുമതി ലഭിക്കുമ്പോൾ ആയിരിക്കും ഇവർക്ക് മത്സരം നേരിടേണ്ടി വരിക. രാജ്യത്തിലെ സർക്കാരിന് ചുക്കാൻ പിടിക്കുകയും അന്താരാഷ്ട്ര വേദിയിൽ ഇറാനെ പ്രതിനിധീകരിക്കുകയുമാണ് പ്രസിഡന്റിൻ്റെ പ്രധാന ചുമതല. പ്രസിഡന്റിനും പാർലമെന്റിനും മുകളിലാണ് പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനയിയുടെ സ്ഥാനമുള്ളത്. ഇറാനിലെ അവസാന വാക്ക് ഇദ്ദേഹം തന്നെയാണ്.